Xylem learning. It's me Anurekna. നിങ്ങളുടെ സ്വന്തം മിസ്സാണ്. ഓക്കെ, മക്കളെ എല്ലാവരും ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് പാർട്ടിലുള്ള ടെക്സ്റ്റ് ബുക്കിന്റെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ് വിത്ത് ദ ടൈം. അപ്പൊ എന്താണ് വിത്ത് ദ ടൈമിന്റെ അകത്ത് ഉണ്ടായിരിക്കുക? നമ്മള് ചെറിയ ക്ലാസ്സിലെ 4th സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്ന കാര്യമാണ്. ഒരു ക്ലോക്ക് നോക്കാനും അതേപോലെ സമയം ഒക്കെ നിങ്ങൾക്ക് നോക്കി പറഞ്ഞു കൊടുക്കാനും ഒക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോൾ കയ്യിലൊരു വാച്ചൊക്കെ കെട്ടി പോവാത്ത ആരും ഉണ്ടായിരിക്കില്ല അല്ലെ. അപ്പൊ എന്തായാലും വാച്ച് കെട്ടുന്നുണ്ടെങ്കിൽ അതിൽ സമയം നോക്കാൻ അറിയും എന്നാണല്ലോ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും സമയം നോക്കാൻ അറിയാം. പക്ഷേ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ വാച്ചിന്റെ ഉള്ളില് നമ്മളെ ക്ലോക്കിന്റെ ഉള്ളില് ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്റെ മക്കൾക്ക് ഇപ്പോഴും അറിയാതിരിക്കും. അപ്പൊ അതെന്തായാലും നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്നും ചിലപ്പോ അമ്മയൊക്കെ എന്താകും, മക്കളെ സമയത്രയും ഒന്ന് നോക്കി പറയും എന്ന് പറയും നമ്മളോട് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ക്ലോക്കിലേക്ക് നോക്കും, സമയം പറയും. അപ്പൊ ആ ഒരു രീതിയിൽ സമയങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ക്ലോക്കിൽ എപ്പോ നോക്കുമ്പോഴും 3 സൂചികൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. 3 സൂചികള് എന്റെ മക്കള് ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ കാണാം അല്ലെ. ആ 3 സൂചികളില് എല്ലാത്തിനും ഒരേ വലുപ്പവും അതേപോലെ തന്നെ ഒരേ നീളവും ഒക്കെയാണോ ഉള്ളത്? അല്ല, അതിൽ ഏറ്റവും ചെറിയതായിട്ട് കാണുന്ന ഒരു സൂചി ഉണ്ടായിരിക്കും. നമുക്ക് ഇപ്പൊ തന്നെ വാച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും അല്ലെ. ഒരു കുഞ്ഞു ഹാൻഡ് ഉണ്ടായിരിക്കും, ചെറിയൊരു ഹാൻഡ് അല്ലെ, ചെറിയ ഹാൻഡ് ഉണ്ട്. അതിനേക്കാളും നീളം കൂടിയ ഒരു ഹാൻഡും കൂടെ ഉണ്ടായിരിക്കും. നീളം കൂടിയ ഒരു ഹാൻഡ് ഉണ്ടായിരിക്കും. അത് മാത്രല്ല, മൂന്നാമതായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? ഒരു തടി കുറഞ്ഞ മെലിഞ്ഞ ഒരു ഹാൻഡും കൂടെ ഉണ്ടായിരിക്കും ഇല്ലേ. ഇത് ചുമ്മാ ഞാൻ നമ്പേഴ്സിന് നേരെ വരച്ചതല്ല, നിങ്ങൾക്ക് ഹാൻഡുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോഴും ആ ഹാൻഡുകളുടെ പേര് അല്ലെ, ഹാൻഡുകൾ ഈ സൂചികളുടെ പേര് എന്തൊക്കെയാണെന്ന് നിന്റെ മക്കൾക്ക് അറിയാത്തവരുണ്ടായിരിക്കും. ഏറ്റവും ചെറിയ ഹാൻഡിനെ നമ്മൾ എന്താണ് സൂചിപ്പിക്കുക? 4th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഹവർ ഹാൻഡ് എന്ന് പറയും അല്ലെ, മണിക്കൂർ സൂചി. അടുത്ത തൊട്ട് വലിയതാരാണ്? മിനിറ്റ് ഹാൻഡ് ആണ്, മിനിറ്റ് സൂചി. ഏറ്റവും ചെറിയ നേരിയ ഒരാളുണ്ട് അല്ലെ, ഏറ്റവും ചെറിയത് ഞാൻ ഉദ്ദേശിച്ചത് മെലിഞ്ഞ ഒരു സൂചി ഉണ്ട്, വലിയ സൂചി ആയിരിക്കും അയാൾ അല്ലെ. അയാളെ നമ്മൾ എന്ത് വിളിക്കും? സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് സൂചി എന്നൊക്കെ പറയും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഈ സെക്കൻഡ് സൂചിയും ഇതേപോലെ തിരിയുന്നുണ്ട്, അതേപോലെ മിനിറ്റ് സൂചിയും തിരിയുന്നുണ്ട്, മണിക്കൂർ സൂചിയും തിരിയുന്നുണ്ട് അല്ലെ. തിരിഞ്ഞാണല്ലോ എത്തുക. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇതിലെ സമയങ്ങളും നിങ്ങൾക്ക് അറിയാം അല്ലെ. 12 കഴിഞ്ഞാൽ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് എണ്ണുന്ന സമയത്ത് ഏതൊക്കെ സമയമായിട്ട് വരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. AM അറിയാം, PM അറിയാം അല്ലെ, രാവിലത്തെ സമയം, ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എത്ര സെക്കൻഡ് ചേർന്നാലാണ് 1 മിനിറ്റ് ആവുന്നത് എന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം. എന്ന് പറഞ്ഞാല് നമ്മളുടെ ഈ ഒരു സെക്കൻഡ് സൂചി എത്ര വട്ടമാണ് തിരിഞ്ഞെത്തുന്നത് അല്ലെ. ഈ സെക്കൻഡ് സൂചി ഇങ്ങനെ ഒരു വട്ടം തിരിഞ്ഞെത്തുമ്പോഴേക്കും 1 മിനിറ്റ് ആയിട്ട് മാറും ഇല്ലേ. 1 മിനിറ്റ് ആയി എന്ന് പറയാം. പക്ഷെ എത്ര തവണയാണ് അത് എന്താക്കുന്നുണ്ടായിരിക്കുക? നീങ്ങി പോകുന്നുണ്ടായിരിക്കുക. എത്രയായിരിക്കും? യെസ്, 60 അല്ലെ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. 60 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടാവുക. 60 സെക്കൻഡുകൾ കഴിഞ്ഞാലാണ് 1 മിനിറ്റ് ആവുന്നത്. ഇപ്പൊ ഇതേപോലെ 1 അല്ലെ, അടുത്ത 2, 3, 4, 5 എന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഓരോ പോയിന്റിലൂടെ പോയി കറങ്ങി നമ്മളിങ്ങനെ എത്തുമ്പോഴേക്കും 60 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു കറക്കത്തിൽ 60 സെക്കൻഡ് കഴിയും ഇല്ലേടാ. അപ്പൊ 60 സെക്കൻഡ് കഴിഞ്ഞ സമയത്ത് എന്തായിട്ട് മാറും? അത് 1 മിനിറ്റ് ആയിട്ട് മാറി. ഇനി അടുത്തത്, എത്ര മിനിറ്റ് ചേർന്നാലാണ് 1 മണിക്കൂർ ആവുന്നത് അല്ലെങ്കിൽ 1 ഹവർ ആയിട്ട് മാറുന്നത്? നിങ്ങൾ അറിയോ? നമ്മളുടെ മിനിറ്റ് സൂചിയിലേക്ക് ശ്രദ്ധിക്കാം. ആ മിനിറ്റ് സൂചിയും ഇവിടെ കുഞ്ഞു ലൈൻസ് ഉണ്ട് അല്ലെ. ആ ലൈൻസിൽ ഓരോന്നിലും ടിങ് 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 എന്ന് പറഞ്ഞ് പോയി തട്ടും അല്ലെ. തട്ടുകല്ല, അതിലൂടെയാണ് പോവാ. അപ്പൊ ഇതിങ്ങനെ കറങ്ങി ഇവിടെ തന്നെ എത്തുമ്പോഴേക്കും 1 മണിക്കൂറായിട്ട് മാറും. അറിയാം നമുക്ക്. ഇത് ഇങ്ങനെ കറങ്ങിയെടുക്കാൻ അല്ലെ, കറങ്ങിയെടുക്കാൻ എത്ര മിനിറ്റ് ആണ് എന്നാണ് ചോദിക്കുന്നത്. എത്രയാ? 60 മിനിറ്റ് തന്നെയാണ് അല്ലെ. അപ്പൊ അതും കറങ്ങി വരാനുള്ളത് 60 മിനിറ്റ് ആണ്. സോ 60 മിനിറ്റ് എന്ന് പറഞ്ഞാല് 1 ഹവർ ആണ്. അപ്പൊ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ആയി ഇല്ലേടാ. 60 സെക്കൻഡ് അല്ലെ, 60 സെക്കൻഡുകൾ ചേർന്നാൽ 1 മിനിറ്റ് ആകും. അതേപോലെ 60 മിനിറ്റുകൾ ചേർന്നാൽ 1 മണിക്കൂർ ആകും. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്നെ മക്കള് നോട്ട് ചെയ്ത് വെക്കണം അല്ലെ. ഒരു കറക്കം അല്ലെ, ഒരു വട്ടം കറങ്ങാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഇവിടെ പറയുന്നത്. സെക്കൻഡ് സൂചി ഒരു വട്ടം കറങ്ങി ഇവിടെ എത്തുമ്പോഴേക്കും അതെന്തായി? 1 മിനിറ്റ് ആയിട്ട് മാറി. അതേപോലെ മിനിറ്റ് സൂചി ഒരു വട്ടം കറങ്ങി വരുമ്പോഴേക്കും എന്തായിട്ട് മാറും? 1 മണിക്കൂറായിട്ട് മാറും. അപ്പൊ അടുത്ത കാര്യമാണേ,
ഈ മണിക്കൂർ സൂചി ഇല്ലേടാ, ചെറിയ സൂചി, ഈ സൂചി ഇതാ ഇങ്ങനെ കറങ്ങി 10ൽ തന്നെ എത്തണമെങ്കിൽ എത്ര മണിക്കൂർ വേണ്ടി വരും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 10ൽ തുടങ്ങി അല്ലേ, നിങ്ങൾ ആലോചിച്ചാൽ മതി. രാവിലെ 10 മണി, പിന്നെ ഇത് കറങ്ങി നേരെ തിരിച്ച് ഈ 10 മണിയിലെത്താൻ രാത്രി 10 മണി ആവില്ലേ? ഇല്ലേ? ഇത് ഇവിടുന്ന് രാവിലെ 10 മണി എന്നുള്ള രീതിയിൽ കണ്ടു എന്ന് വിചാരിച്ചോ. ആ 10 മണിയുടെ ക്ലോക്കിലെ സൂചിയിലെ മണിക്കൂർ സൂചി കറങ്ങി ഇവിടെ തന്നെ തിരിച്ചെത്തണമെങ്കിൽ അത് രാത്രി 10 മണി ആവണം എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇല്ലേ? രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? അതാണ് നമ്മളെ ലാസ്റ്റ് പട്ടികയിൽ കൊടുത്തത്. സോ ഇത്രയും കാര്യങ്ങൾ ആ ക്ലോക്കിന്റെയും വാച്ചിന്റെയും ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ സമയം നമ്മൾ നോക്കാൻ അറിയുമെങ്കിലും ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാറുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.